ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഗോവിന്ദ മാഷ്ക്ക് ഈ വിവാദം തീർക്കാമായിരുന്നു. 1 മിനിറ്റ് കൊണ്ട്. അതായത് വേറൊന്നുമല്ല, ഞാൻ RSS എന്നല്ല, RSS അല്ല യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനതാ പരിവാറാണല്ലോ, എല്ലാ സംഗതികളും എല്ലാം ഒത്തുചേരുന്ന ഒരു സംവിധാനമായിരുന്നല്ലോ. അതാണ് ഉദ്ദേശിച്ചത് എന്ന് ലളിതമായി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം അത് ഇത്രയും വളർത്തേണ്ടതുണ്ടായിരുന്നു എന്ന് ഗോവിന്ദ മാഷ് ആലോചിക്കട്ടെ, അവരുടെ പാർട്ടി ആലോചിക്കട്ടെ. കാരണം അദ്ദേഹം അത് തിരുത്താനല്ല തയ്യാറായത്, പിന്നെ അത് വിശദീകരിക്കാനാണ് തയ്യാറായത്. മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ, മറ്റൊരു തലത്തിലാണെങ്കിൽ ഈ വിശദീകരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇപ്പോൾ ജൂൺ 25-ാം തീയതി 50-ാം വാർഷികം വരികയാണ് അടിയന്തരാവസ്ഥയുടെ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇവർക്ക് ദീർഘം വിശദീകരിക്കാനുണ്ടാവും. മാത്രമല്ല രസകരമായ ചർച്ച ഇത്തവണ അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം തുറന്നിടുന്നു എന്നൊക്കെ വേണമെങ്കിൽ കരുതാം. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അതിന് കാരണം, ഞാൻ ഈ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കോൾ വന്നു. ഇത് തന്ത്രപരമായ ഒരു നിലപാടാണോ എന്നാണ് എന്നെ വിളിച്ച ആൾക്ക് അറിയാനുള്ളത്. സത്യത്തിൽ അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. ഇതൊരു അബദ്ധം സംഭവിച്ചത് തന്നെയാണ് ഗോവിന്ദ മാഷ്ക്ക്. അത് ആ ഘട്ടത്തിൽ തിരുത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് സനീഷ ഒരു കാര്യം, ഇപ്പോൾ പുതിയ കാലത്ത് ഇതൊരു വിഷ്വലായിട്ടാണല്ലോ, ഒരു വീഡിയോ ആയിട്ടാണ് പുറത്തേക്ക് വരിക. ഒരു സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു വീഡിയോ, ഒരു വിഷ്വൽ, ഒരു ദൃശ്യത്തിൽ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 1.7 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയാണ്. അത് ഫേസ്ബുക്കിൽ 1.7 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ, ഇൻസ്റ്റാഗ്രാമിൽ 1.7 സെക്കൻഡ്, യൂട്യൂബിൽ 3 മുതൽ 5 സെക്കൻഡ് വരെ. ജെൻ സിയുടെ കാര്യത്തിലുണ്ടല്ലോ ഇതിനേക്കാൾ താഴെയാണ്, 1.3 സെക്കൻഡ്സ് ആണ്. ഇതിനിടയ്ക്ക് അവിടെ ഫിക്സ് ആവുന്ന ഒരൊറ്റ വാചകമുള്ളൂ, ഈ 3 വാക്കുകൾ. എന്തൊക്കെയാണ്? CPM RSSുമായി സഹകരിച്ചു. അതിനപ്പുറത്ത് എന്ത് വിശദീകരണം വന്നാലും ഈ ഹുക്ക് എന്ന് പറയുന്നത്, ഈ ദിവസത്തെ ഹുക്ക് എന്ന് പറയുന്നത് ആ 3 വാക്കുകളാണ്. അത് പാർട്ടിയും ആലോചിക്കണമായിരുന്നു, ഗോവിന്ദ മാഷും ആലോചിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.